Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, miss. Good afternoon. Okay. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇപ്പോ ആതിര മിസ്സിന്റെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും കയറിയില്ലേ? ആദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എത്ര 117 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എല്ലാവരും കേട്ടില്ലായിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു. ഫസ്റ്റ് ഇപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞു അല്ലെ? രണ്ടാമത്തെ ക്ലാസ് ആണ് നമുക്ക് സിലബസ് വെച്ചിട്ട് രണ്ടാമത്തെ ക്ലാസ്. ഫസ്റ്റ് ആതിര മാം കയറി അല്ലെ? ഓക്കെ. എന്റെ പേര് കെന്യാണ് കേട്ടോ. ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? അറിയോ? നമ്മുടെ ഇവിടെ പറവൂരിനൊക്കെ ജോയിൻ ചെയ്തവരുണ്ടോ? കേട്ടു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടു. ഓക്കെ ഓക്കെ. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇല്ലേ? കേട്ടു എന്നുള്ളതാണോ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്? എന്തായാലും ഇപ്പൊ എന്തായാലും 119 പേരോളം കയറിയിട്ടുണ്ട്. എല്ലാവരെയും നമുക്ക് ഇപ്പൊ പരിചയപ്പെടാൻ പറ്റില്ല. നെയിം എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. രമ്യ. ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ? സൗണ്ട് കുറവാണോ? ക്ലിയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ ഞാൻ കയറിയപ്പോ കുറച്ച് പേർക്ക് ഇനി ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ 2 ക്ലാസ് ആണ്. നിങ്ങൾക്ക് 1:30 to 2:30 വരെ, 2:30 മുതൽ 3:30 വരെ, അങ്ങനെ നമുക്ക് 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ലെഫ്റ്റ് ആവണ്ട. അടുത്ത മിസ് വരും. പിന്നെ ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്നാണ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് നേരെ കയറിയിട്ടാണ്. അപ്പൊ അവിടെ നിന്ന് വരാനും പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലിയർ ആണ്. റെക്കോർഡ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഓൺ ആയതിനു ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. 1-2 മിനിറ്റ് ചിലപ്പോൾ വൈകാം. 2-3 മിനിറ്റ് വൈകാം. അപ്പത്തേക്ക് ക്ലാസ് ഇല്ലാന്ന് വിചാരിക്കേണ്ട. ക്ലാസ് ഉണ്ട്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയിക്കും. ക്ലാസ് ഇല്ലെങ്കിൽ മാത്രം. എല്ലാ ദിവസവും 2 ക്ലാസ്സുകളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെ അപ്പൊ അത് അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് 4 മൊഡ്യൂളായിട്ടാണ് തിരിച്ചേക്കണേ അല്ലെ? 4 പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. പേപ്പർ 1-ല് 13 ചാപ്റ്റർ, പേപ്പർ 2-ല് 15 ചാപ്റ്റർ, പേപ്പർ 3-ല് 13 ചാപ്റ്റർ, പേപ്പർ 4-ല് 11 ചാപ്റ്റർ. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം 52 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഇപ്പൊ മൊഡ്യൂള് ഫസ്റ്റില് നമുക്ക് മൊഡ്യൂൾ ഫസ്റ്റ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അതില് 13 ചാപ്റ്റർ ഉള്ളേ. അതിനകത്ത് 3ാമത്തെ ചാപ്റ്റർ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ടെക്സ്റ്റ് എത്തിയോ നിങ്ങൾക്ക്? ഇല്ല, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ പറയട്ടെ. കിട്ടി? ആർക്കും കിട്ടി? കുറച്ചു പേർക്ക് കിട്ടി. കിട്ടിയിട്ടുള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കാം. കിട്ടിയിട്ടുള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കാം. അപ്പൊ ഓരോന്നും ഈച്ച് ആൻഡ് എവരി ഓരോ സെന്റൻസിന്റെ വരെ മീനിങ് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും വെച്ചാൽ നമ്മൾ വളരെ ക്വാളിഫിക്കേഷൻ കുറെ +2 അല്ലെ ബേസിക് പറഞ്ഞത്. ബേസിക് ക്വാളിഫിക്കേഷൻ +2 മുതൽ ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യണമല്ലോ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സിൽ എടുക്കുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവോ മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഒന്നുകൂടി പറയാനോ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിവിടെ മ്യൂട്ട് ചെയ്തേക്കാണ്. ചെയ്ത് നിങ്ങളിപ്പോ കുറച്ച് പേരെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മൾ തമ്മിലുള്ള സംഭാഷണം. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ഈ മെസ്സേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ക്ലിയർ ആണല്ലോ? 13 ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളില്. അതിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ. ബാക്കി ഓരോരോ കാര്യങ്ങൾ നമുക്ക് പുറകെ നമുക്ക് പറയാം. എല്ലാം ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ.
പിന്നെ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കോഴ്സിലേക്ക് വന്നതാണ് അല്ലേ? ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ ജോലി കിട്ടുന്നുണ്ട്, അവരവരുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ചിലപ്പോ കുറച്ച് പേരുകളൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ കയറുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ 1-2 ക്ലാസ് ചെറിയൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. എങ്കിലും അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പിന്നെ എന്താ പറയാ, ടെക്സ്റ്റ് ഇല്ലാത്തവര് ജസ്റ്റ് വേണമെങ്കിൽ ഒരു നോട്ട് ബുക്കോ എന്തെങ്കിലും വേണമെങ്കിൽ കരുതണമെങ്കിൽ കരുതാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ടെക്സ്റ്റ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ മതി. ടെക്സ്റ്റിൽ തന്നെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് മീനിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ എഴുതി വെക്കുക. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, നമ്മൾ മാക്സിമം നമ്മുടെ പെർഫോമൻസ് അല്ലെ നമുക്ക് മനസ്സിലാവണം. നമ്മുടെ നോട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത മീനിങ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ പറയുന്നേ? ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? നമ്മള് ക്ലാസ് മാത്രം പോലോ, നമ്മുടെ ദൈവത്തിന്റെ ഒരു ഇതും കൂടി നമുക്ക് നോക്കണ്ടേ അല്ലേ? അതും കൂടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്താ, നമ്മൾ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. നമ്മൾ സ്കൂളിൽ തുടങ്ങി പറയുന്നല്ലേ, എന്റെ സമയം ഇങ്ങനെ പോണു, ഞാൻ പറയാണ്. നമ്മൾ അന്ന് ഇപ്പൊ 2 ടീച്ചേഴ്സ് 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് അന്ന് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ, നമ്മൾ ഒത്തിരി കുട്ടികൾ എക്സാം കഴിയുമ്പോൾ പറയുമ്പോൾ ഒരുമിച്ചിട്ട് വെച്ചാൽ നിങ്ങൾക്കും പല തിരക്കിൽ നിന്നും ക്ലാസ്സിൽ കയറുന്നവരാണല്ലേ, അമ്മമാരുണ്ട്, കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടൊക്കെ അവർ പല വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പല തിരക്കും, ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കയറുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു കണ്ടിന്യൂഷൻ വേണം. നമ്മൾ അന്നന്ന് എടുക്കുന്നത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് തുടങ്ങി അന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ വായിച്ചു വെക്കുക. അത് നിർബന്ധമാണ്, എനിക്ക് നിർബന്ധമാണ് അത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സാം വരുമ്പോ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പാടായിരിക്കും. ക്ലിയർ ആവുന്നില്ലേ പറയണത്? അങ്ങനെ ചെയ്യൂലേ എല്ലാവരും? ഓക്കെ. പിന്നെ ഒരു കാര്യം, ഓരോന്ന് ഇങ്ങനെ ഞാൻ പറയാട്ടോ. ഓക്കെ, ഹെഡിങ് നോക്കാം കേട്ടോ. ചാപ്റ്റർ 3 ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെയൊക്കെയാണ്? ഓക്കെ, നോക്കിയേ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രഡീഷണൽ? നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രം അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ, എല്ലാവർക്കും അസുഖം വരാറുണ്ട് അല്ലേ? നമ്മൾ എങ്ങനെയാ മരുന്നുകൾ എന്ത് മരുന്നുകളൊക്കെയാണ് ഇപ്പൊ എല്ലാവരും ഒക്കെ എങ്ങനെയാ? ഇംഗ്ലീഷ് മരുന്നുകളല്ലേ കൂടുതൽ കഴിക്കണേ? ഇംഗ്ലീഷ് മരുന്ന്, അതായത് അലോപ്പതിക് മെഡിസിൻസ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അല്ലേ? കാര്യം എന്താ, പെട്ടെന്ന് നമുക്ക് അസുഖം മാറും. വേറെ ഇതൊന്നുമില്ല, പത്യോ അല്ലെ അങ്ങനെയൊന്നുമില്ല. എന്നാൽ പണ്ട് കാലത്തുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രവും നമുക്കുണ്ട് അല്ലേ? ആയുർവേദം, ഇപ്പോഴും ആയുർവേദം അല്ലെ? 1-2 പേര് മെസ്സേജ് ഇട്ടു ആയുർവേദം മരുന്ന് കഴിക്കേണ്ടത് അല്ലേ? അതായത് എന്താ പറയാ, നമുക്ക് ഇപ്പൊ നമ്മുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരമ്പരാഗത വൈദ്യശാസ്ത്രവും നമ്മള് അല്ലെങ്കിൽ മരുന്നുകളും കഴിക്കുന്നവരുണ്ട്, ആയുർവേദം കഴിക്കുന്നവരുണ്ട്, ഹോമിയോ കഴിക്കുന്നുണ്ട് ഇല്ലേ? നേച്ചുറോപ്പതി, യോഗ, യുനാനി, ഇങ്ങനെയുള്ള അത് ഓരോന്നും ഡീറ്റെയിൽ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോ അങ്ങനെയുള്ള പരമ്പരാഗത വൈദ്യ രീതികളും ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇംഗ്ലീഷ് മരുന്നാണ് കൂടുതൽ കഴിക്കുന്നെങ്കിലും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആ രീതികളും നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ തന്നെ മെസ്സേജ് ഇട്ടു ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇല്ലേ? കഴിക്കുന്നവരുണ്ട്, ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഹോമിയോ കഴിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇൻ ഇന്ത്യ ബിസൈഡ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ. എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയില് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞേതാ? മോഡേൺ മെഡിസിൻ ഏതാ? ഇംഗ്ലീഷ് മരുന്നുകള് അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻസ് ആണ് മോഡേൺ മെഡിസിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇന്ത്യയില് ഇപ്പൊ മോഡേൺ മെഡിസിൻ നിലവിലിരിക്കെ, എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? നിലവിലിരിക്കെ ഇന്ത്യയില്
അലോപ്പതി, അതാണ് മോഡേൺ മെഡിസിൻ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ, അങ്ങനെ പറഞ്ഞാൽ അറിയാലോ പെട്ടെന്ന്. ഇംഗ്ലീഷ് മരുന്നുകളാണ് മോഡേൺ മെഡിസിൻ. അപ്പൊ ഇന്ത്യയില് മോഡേൺ മെഡിസിൻ നിലവിലിരിക്കെ എന്തും കൂടി ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നേ, ട്രഡീഷണൽ മെഡിസിൻ മെഡിക്കൽ പ്രാക്ടീഷണർ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ കൺട്രി. അല്ലേ? അതായത് പരമ്പരാഗതമായ ഒരു വൈദ്യം ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രം, അവര് ആ വൈദ്യന്മാര് അവരുടെ വൈദ്യം, പരമ്പരാഗത വൈദ്യം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇല്ലേ? അവരത് നിർത്തിയോ? ഇംഗ്ലീഷ് മരുന്ന് വന്നു എന്നാ ഇനിയിപ്പോ നമ്മൾക്ക് ഇവിടെ ഇത് വേണ്ട ആയുർവേദ പ്രാക്ടീഷണേഴ്സ് ഒക്കെ അവരുടെ മരുന്ന് നിർത്തിയോ? അതും എന്തുണ്ട്? ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. അതും ഇതിന്റെ, അതായത് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഒപ്പം തന്നെ, അതായത് അത് അവര് മാറ്റി നിർത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്, ആയുർവേദ മരുന്നുകളും കഴിക്കുന്നവരുണ്ട്. അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്? ഇൻ ഇന്ത്യ ബിസൈഡ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കണ്ടിന്യൂ ടു പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ കൺട്രി. എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയില് മോഡേൺ മെഡിസിൻ നിലവിലിരിക്കെ എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള ആ വൈദ്യന്മാര് അവരുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രം നമ്മുടെ രാജ്യത്തുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രാക്ടീസ് ചെയ്യുന്ന തുടരുന്നു. അതായത് അവരും അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അല്ലെ? അവരും എന്താ പറയാ, അത് നിർത്തിവെച്ചിട്ടില്ല. അവരും ഇതിന്റെ ഒപ്പം തന്നെ അവരും അവരുടെ എന്താ പരമ്പരാഗത വൈദ്യം അതും കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ. Popular native healthcare tradition consists of Ayurveda. കോമയുണ്ട് കേട്ടോ അവിടെ. കോമയുടെ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് നോക്കിയാല്, കോമ ഇല്ലെങ്കിൽ ഒരു കോമ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. എക്സാമിന് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറയും. ടെക്സ്റ്റ് ഉള്ളവര് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അത് ടെക്സ്റ്റ് ഇല്ലാത്തവര് ടെക്സ്റ്റ് കിട്ടുമ്പോ നോക്കിയാൽ മതി. ടെക്സ്റ്റ് ഉള്ളവര് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. എന്താ? പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻ, ഇന്ത്യയുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ പാരമ്പര്യം. അതിനകത്ത് ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ്, ഒരു പരമ്പരാഗതമായ വൈദ്യശാസ്ത്രം, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതെല്ലാം വരുന്നേ? ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാ വരുന്നേ? ആയുർവേദ. ഫസ്റ്റ് ഏതാ? ആയുർവേദ. പിന്നെ യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ അതിനകത്ത് ചോദിക്കാട്ടോ, ട്രഡീഷണൽ ഹെൽത്ത് കെയർ ട്രഡീഷൻസ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? ഡാഷ് എന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ആയുർവേദം വരുന്നുണ്ട്, യോഗ വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്, സിദ്ധ വരുന്നുണ്ട്, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. പേര് കേട്ട് പേടിക്കണ്ട കേട്ടോ. താഴെ അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ ഓരോന്ന് നമുക്ക് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഹെൽത്ത് കെയർ ട്രഡീഷൻ ഏതാ വരുന്ന? പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയായിരുന്നു? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. കണ്ടോ? ഹോമിയോപ്പതി അത് ഒരുമിച്ച് എഴുതിയേക്കണം. ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. ഇതെല്ലാം അണ്ടർലൈൻ ചെയ്യാട്ടോ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. ആ പാരഗ്രാഫിൽ അതങ്ങ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് സെക്ഷനുകളുമാണ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അതൊക്കെ എന്തായാലും നിങ്ങൾ വായിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ബാക്കി വായിക്കണ്ടെന്നല്ല, അത് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നോക്കാതെ പോകരുത്. എക്സാമിന് ഈ ഒരു അണ്ടർലൈൻ ചെയ്തിടുന്ന പോർഷൻസ് വായിക്കാതെ പോകരുത്. ഓക്കെ. ഇനി അപ്പൊ അതിനകത്ത് ഇവിടെ നോക്കി അതൊരു അബ്രിവേഷൻ ആയിട്ട് എഴുതിയേക്കുന്നത് ഷോർട്ട് ഫോം ആണ്. നോക്കിയേ, ആയുഷ് എന്നാ പറയുന്നത്. അതിന്റെ എങ്ങനെയാ ആയുഷ് നോക്കിയേ? അതിലെ ഓരോ ലെറ്റേഴ്സും ആണ് എടുത്ത് എഴുതിയേക്കുന്നത്. കണ്ടോ? ആയുർവേദത്തിന്റെ എ, യോഗയുടെ വൈ, യു എന്ന് പറഞ്ഞ ഏതാണ്? യുനാനിയുടെ ആണ് യു പറയുന്നത്. എസ് എന്ന് പറഞ്ഞ സിദ്ധ, എച്ച് എന്ന് പറഞ്ഞ ഹോമിയോപ്പതി. കണ്ടോ? അതില് ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. അതെന്താ? ആയുഷ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ആയുഷ് എന്ന്. ആയുഷ്, ആയുഷ്. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. എന്താണെന്നറിയോ? ഇൻ ആയുഷ്, ആയുഷ്
A stands for dash. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. In Ayush, A stands for dash. A എന്താ ഉദ്ദേശിക്കുന്നത്? ആയുഷിലെ A എന്തിനാ സൂചിപ്പിക്കുന്നത്? ആയുർവേദ. Then Y stands for, Y എന്തിനാ സൂചിപ്പിക്കുന്നത്? യോഗ. Then U stands for, U എന്തിനാ സൂചിപ്പിക്കുന്നത്? യുനാനി. Then S stands for, S എന്തിനെ സൂചിപ്പിക്കുന്നു? സിദ്ധ. H stands for ഹോമിയോപ്പതി. H എന്തിനെ കാണിക്കുന്നത്? ഹോമിയോപ്പതി. രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയ എല്ലാവർക്കും. ഹെൽത്ത് കെയർ ട്രഡീഷൻ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒരു പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രം അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അതെല്ലാം അണ്ടർലൈൻ ചെയ്തു നമ്മൾ. പിന്നെ അതിൽ ചോദിക്കുന്നത് എന്താ? ആയുഷിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? കിട്ടിയില്ലേ? രണ്ട് ആൻസർ കിട്ടിയോ അവിടെ നിങ്ങൾക്ക്? ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അത് അണ്ടർലൈൻ ചെയ്തില്ല. ഇനി ആയുഷ് എന്ന് പറഞ്ഞ എന്താ? ആയുഷ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴില് രൂപം കൊണ്ടിട്ടുള്ള പല ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്നത്. എന്താ? പല ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുന്നത്. അതാണ് പലതല്ലേ. അത് ആയുർവേദം വേറെ, യോഗ വേറെ, യുനാനി വേറെ, സിദ്ധ വേറെ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി, അല്ലെ? അങ്ങനെ പല പല ഇതാണ് എന്താ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിന്റെ കീഴില് രൂപം കൊണ്ട വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്നത്. അത് ഏതാണ്? 9th November 2014 അത് ഫോം ചെയ്തത് കേട്ടോ. ഇതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് ഈ ആയുഷ് എന്ന് പറയുമ്പോ എന്താണെന്ന് മനസ്സിലാവണമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറയാണ്, നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാവില്ല. നമ്മൾ എക്സ്ട്രാ കുറച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞാൽ അയ്യോ അത് എന്താണ് ഇത് ടെസ്റ്റിലില്ലല്ലോ അങ്ങനെ വിചാരിച്ച ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ആണോ? രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എക്സാമിന് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ആയുഷാണ്. ആയുഷ് എന്താന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കീഴില് രൂപം കൊണ്ടിട്ടുള്ള വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം. November 2014 November 9. November 9 2014 November 9 ഇത് ഫോം ചെയ്തത്. ഈ ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്ന ഫോം ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി അതിനകത്ത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ അവിടെ പഠിക്കാം. ഫസ്റ്റത്തെയാണ് ആയുർവേദ. ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ഉണ്ട് അല്ലേ? എന്താണ് നോക്കിയേ ആയുർവേദ? നോക്കി അവിടെ ജസ്റ്റ് ടെസ്റ്റിൽ ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്താണെന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു തരാം. എന്താണ് ആയുർവേദ എന്ന് പറഞ്ഞാൽ? ദ ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്. എന്താണ് ആയുർവേദത്തിന്റെ മീനിങ്? എന്താണ്? ജീവന്റെ ശാസ്ത്രം. അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. മീനിങ് സയൻസ് ഓഫ് ലൈഫ്. എക്സാമിന് ചോദിക്കും ആയുർവേദ മീൻസ് ഡാഷ്. എന്താ? സയൻസ് ഓഫ് ലൈഫ്. ജീവന്റെ ശാസ്ത്രമാണ് ആയുർവേദം. കിട്ടിയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോടെ? ആയുർവേദത്തിന്റെ മീനിങ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ്. സയൻസ് ഓഫ് ലൈഫ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവര് അണ്ടർലൈൻ ചെയ്തിടാം. അല്ലാത്തവര് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. വാരി വലിച്ചൊന്നും എഴുതണ്ട. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതി വെക്കൂലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. സയൻസ് ഓഫ് ലൈഫ് അതാണ് ആയുർവേദത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. നോക്കിയേ എന്താ? സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് and treatment based all aspects of well-being, mental, physical and spiritual. അപ്പൊ എന്താണ് ആയുർവേദം പറയുന്നത്? ആയുർവേദ സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്. കോസസ് എന്ന് പറഞ്ഞ എന്താ? കാരണങ്ങൾ. എന്താണ് രോഗത്തിന് കാരണം? അല്ലെ ഇത് വരാൻ എന്താ കാരണം? കാരണങ്ങള്. സിംറ്റംസ്. എന്താണ് സിംറ്റംസ്? ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ. Then അടുത്ത നോക്കിയ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗ നിർണയം. ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സ.
ഇത്രയും കാര്യങ്ങളാ പറഞ്ഞേ. കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. കാരണങ്ങള്, അതിന്റെ ലക്ഷണങ്ങള്, രോഗനിർണയം, ചികിത്സ, ട്രീറ്റ്മെന്റ്. ബേസ്ഡ് ഓൺ, എന്തിന് ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ഓൾ ആസ്പെക്ട്സ്. ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ വശങ്ങള് ഓഫ് വെൽബീയിങ്. എങ്ങനെയുള്ളത്? മെന്റൽ. നമ്മുടെ മെന്റൽ എന്ന് പറഞ്ഞ എന്താ? മെന്റൽ എന്താ? മാനസികമായ അറിയില്ലാത്തവര് എന്താ പറയാ, നമുക്കറിയില്ലാത്തോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്തോ കേട്ടോ. മെന്റൽ, മാനസികമായ. ഫിസിക്കൽ എന്ന് പറഞ്ഞ എന്താ? ശാരീരികമായ. സ്പിരിച്വൽ, എന്താ? ആത്മീയമായ. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? മെന്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ. എങ്ങനെയാ? നമ്മുടെ മാനസികമായ, ശാരീരികമായ, ആത്മീയമായ. അപ്പൊ ഒരു മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള, എല്ലാവിധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മെന്റലി നോക്കും, ഫിസിക്കൽ ശാരീരികമായിട്ട് നമ്മുടെ ശരീരം എങ്ങനെയാണ്, ശാരീരികമായി നോക്കും, സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള അയാളുടെ ബോഡിയിലെ കാരണങ്ങള്, അതുപോലെ തന്നെ സിംറ്റംസ് എന്താണ്, ലക്ഷണങ്ങള്, രോഗനിർണയം, അല്ലെ, അതൻ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ആയുർവേദം എന്ന് പറഞ്ഞത്. ആയുർവേദം മരുന്ന് കഴിക്കുന്നവരെ അറിയാൻ പറ്റും അല്ലെ, എല്ലാ കാര്യങ്ങളും നോക്കൂലേ ആയുർവേദത്തില്. നമ്മൾ ജസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇത് മാത്രല്ല അവിടെ പറയുന്നത് അല്ലെ, നമ്മുടെ ഭക്ഷണ രീതികൾ ചോദിക്കും. നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ്, അപ്പൊ അവിടെ മരുന്ന് തരുമ്പോ നമ്മളോട് പറയും ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതൊക്കെ ആയുർവേദത്തിൽ പറയാറില്ലേ. അപ്പൊ എങ്ങനെയാ നോക്കുന്നേ? മെന്റൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള. മനസ്സിലാവുന്നുണ്ടോ? എന്റെ പറഞ്ഞതിനെ ഒരു മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള, എല്ലാവിധം എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു മനുഷ്യന്റെ മാനസികമായ, ശാരീരികമായ, ആത്മീയമായിട്ടുള്ള അയാളുടെ ബോഡിയിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗനിർണയം എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് അല്ലെ, എന്നിവയൊക്കെ, ചികിത്സാ രീതികൾ എന്താണ്, എന്നിവയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, ഒരു പഠനശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നമ്മൾ നോട്ട് ചെയ്തു, ആയുർവേദത്തിന്റെ മീനിങ് എന്താന്ന് നോട്ട് ചെയ്തു, സയൻസ് ഓഫ് ലൈഫ്. ഇനി അടുത്തത് അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡാഷ് സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽബീയിങ്. അപ്പൊ എന്ത് നമ്മൾ എഴുതണം? ആൻസർ എന്ത് എഴുതും? ഏത് സിസ്റ്റം ആണ്? ആയുർവേദ. കിട്ടിയോ? രണ്ടാമത്തെ അതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡാഷ് സിസ്റ്റം. ആ സെന്റൻസ് അതുപോലെ തരും നിങ്ങൾക്ക് എക്സാമിന്. ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഡാഷ് സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽബീയിങ്. എല്ലാ വശങ്ങളും നോക്കുന്ന ആയുർവേദം. മെന്റൽ ആയിട്ടുള്ളതും, ഫിസിക്കൽ ആയിട്ടുള്ളതും, സ്പിരിച്വൽ ആയിട്ടുള്ളതും, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ കാരണം, സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് എന്നീ എല്ലാ വശങ്ങളും ഉൾപ്പെടുന്ന ഒരു ബ്രാഞ്ചാണ് ഇതെന്ന് പറയുന്ന ഒരു അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ആയുർവേദം. കിട്ടിയോ? ആ ക്വസ്റ്റ്യൻ കിട്ടിയോ? ഡാഷ് സിസ്റ്റം ഡീൽസ് വിത്ത് എന്ന് പറഞ്ഞ ആ സെന്റൻസ് തന്നെ തന്ന ഇനി തെറ്റിക്കാരെങ്കിലും ഏത് സിസ്റ്റം അവിടെ? മെന്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ചെയ്യുന്നത് ഏതാണ്? ആയുർവേദമാണ്. ആയുർവേദ. ഓക്കെ, ശരിയാണ് അല്ലെ? ആയുർവേദ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഇതിന്റെ വ്യത്യാസം എന്താ ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മളാണെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന്, ഇപ്പൊ പെട്ടെന്ന് ഒരു പനി വന്നു, നമ്മൾ വേഗം ഡോക്ടറുടെ അടുത്ത് പോയി അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ ആണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത്? പെട്ടെന്ന് രോഗം മാറും. ഇപ്പൊ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗം മാറും അല്ലേ? ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെയല്ലേ? പെട്ടെന്ന് അസുഖം മാറൂലേ നമുക്ക്? ഒരു വയറുവേദന വന്നു, അന്നേരം നമുക്ക് ആയുർവേദം വെച്ചാൽ പെട്ടെന്ന് മാറണമെന്നില്ല. അത് പതുക്കെ സമയമെടുത്ത് ആയുർവേദം മാറുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് മരുന്നാണെങ്കിലോ നമുക്ക് എന്താണോ അത്, ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ലക്ഷണമാണോ കാണിക്കുന്നേ, അല്ലെങ്കിൽ അപ്പൊ ഡോക്ടർ എന്താന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്തിട്ട് അത് എന്ത് രോഗാന്ന് പറയും അല്ലെ, ടെസ്റ്റ് ചെയ്ത് ഇന്ന രോഗമാണ്, ഒരു രോഗത്തെ പേരിട്ട് വിളിച്ചിട്ട് ആ രോഗത്തിനുള്ള അല്ലെ അത് ഡയഗ്നോസ് ചെയ്തിട്ട് ആ രോഗത്തെ മാത്രമേ ചികിത്സിക്കുള്ളൂ, അതിനെ മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അസുഖം മാറുന്നത്. ശരിയല്ലേ? കറക്റ്റ് ഡോക്ടർ നോക്കും,
ഡയഗ്നോസ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും ഇന്ന രോഗം, അപ്പൊ അതിനുള്ള മരുന്ന് നേരെ എഴുതി തരും, നമ്മൾ കഴിക്കും. ആ രോഗം മാത്രമേ ഡോക്ടർ നോക്കുള്ളൂ. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് അസുഖം മാറുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എങ്ങനെയാ? ആയുർവേദം നമ്മുടെ ഭക്ഷണ രീതി നോക്കും അല്ലെ? നമ്മുടെ ഫുഡൊക്കെ നോക്കും. ആയുർവേദം കഴിക്കണവർക്കറിയാം എന്തൊക്കെയാ നമ്മുടെ ഭക്ഷണ രീതികള്, നമ്മുടെ ജീവിത രീതികള്, നമ്മുടെ ശരീരം കാണിക്കുന്ന ഓരോ ലക്ഷണങ്ങള്. അതായത് നമ്മുടെ പർട്ടിക്കുലർ രോഗാവസ്ഥ മാത്രമല്ല ആയുർവേദത്തിൽ നോക്കുന്നത് അല്ലെ? നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കും അല്ലെ? എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്, അതെന്താണ്, നമ്മുടെ എന്താണ് വിഷമം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ ആയുർവേദത്തിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തില് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് 3 ദോഷങ്ങളുണ്ട്. മനസ്സിലാവാൻ വേണ്ടി പറയണമെന്നുള്ളൂ, അത് ഇതിനകത്ത് പറയല്ല. എന്നാലും നിങ്ങൾ ആയുർവേദം പഠിക്കുമ്പോ എന്താന്ന് പഠിക്കണം, അതിനുപരിയായിട്ട് നിങ്ങളുടെ 2nd ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആയുർവേദം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിസ് അന്നേരം വേറെ ഒന്നും പറയില്ല, പഠിച്ചല്ലേ ചോദിക്കുള്ളൂ കേട്ടോ. 2nd ചാപ്റ്റർ വരുമ്പോ അതാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയുന്നേ. ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തില് 3 ദോഷങ്ങളുണ്ട്. ഏതൊക്കെയാ അറിയോ? വാതം, പിത്തം, കഫം. ഏതാ? വാത, പിത്ത, കഫം. അപ്പൊ നമ്മൾ നോക്കുകയാണ് ആയുർവേദ ചികിത്സയിൽ വൈദ്യൻ അതിൽ ഏത് ദോഷമാണ് കോപിച്ചത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏതാണ് കുറവ് എന്ന് മനസ്സിലാക്കും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ബാലൻസ് ചെയ്യുക. അതാണ് അതിനെ ബാലൻസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടതായ ഭക്ഷണ രീതികള്, ഇപ്പൊ നമ്മൾ കഫത്തിന്റെ അളവ് കൂടുതലാണ്, അപ്പൊ കഫം കുറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമ നമ്മളോട് കഴിക്കാൻ പറയുള്ളൂ. ആയുർവേദം കഴിക്കുന്നവർക്ക് അറിയാം ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, പഥ്യം ഉണ്ടെന്നൊക്കെ പറയല്ലേ, വൈദ്യം പറയാറില്ലേ അല്ലേ? ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ കുഴപ്പമില്ല, എന്ത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. അവിടെ ഭക്ഷണത്തിനൊന്നും കൺട്രോൾ ഇല്ല. ഷുഗർ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇന്ന മധുരമുള്ളത് കഴിക്കാൻ പാടില്ല. ബാക്കി നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ എന്ത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. പക്ഷെ ആയുർവേദത്തിലാണെങ്കിലും എന്താണ് പറഞ്ഞേക്കുന്നത്? അപ്പൊ അതിന്റെ നമ്മുടെ ഭക്ഷണം പഥ്യമുണ്ട് അല്ലെ നിഖില? പഥ്യമുണ്ട് അതിന് അല്ലെ? അതായത് അതിന് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കണം? ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് 3 ദോഷങ്ങള്, വാത, പിത്ത, കഫം, 3 ദോഷങ്ങൾ. അപ്പൊ അതിൽ ഏതാണോ അതിന്റെ ആ ബാലൻസ് മാറിയേക്കുന്നത്, അതിന് ഫ്ലക്ച്വേഷൻ വന്നേക്കുന്നത്, വ്യത്യാസം വന്നേക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ക്രമപ്പെടുത്തുന്നതായിട്ടുള്ള ഭക്ഷണ രീതികള്, നമ്മുടെ ജീവിത രീതികള്, അതിന്റെ ഒപ്പം തന്നെ ഔഷധവും തരും. മരുന്ന് വരൂലേ? പച്ചമരുന്നായിട്ടായിരിക്കും ചിലപ്പോ കഷായമായിട്ടായിരിക്കും, ചിലപ്പോ ഗുളികയായിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ആ മരുന്നിന്റെ ഔഷധത്തിന്റെ ഒപ്പം തന്നെ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഒക്കെ ക്രമപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ എന്താ? എല്ലാ വശങ്ങളിലും നോക്കും. ക്ലിയർ ആയോ അത്? ആയുർവേദം എന്താന്നുള്ളത്? ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ബേസ്ഡ് ഇങ്ങനെയുള്ള ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽ ബീയിങ്. നമ്മുടെ എല്ലാ വശങ്ങളും, മെന്റലി ആയിട്ടുള്ളതും ഫിസിക്കലി ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളെയും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു പഠനശാഖയാണ് ആയുർവേദം. മീനിങ് സയൻസ് ഓഫ് ലൈഫ്. ആ സെന്റൻസും ടെക്സ്റ്റ് ഉള്ളവര് അണ്ടർലൈൻ ചെയ്തിടുക. മീനിങ്ങും ചോദിക്കും, സെന്റൻസും നോട്ട് ചെയ്തിടണം. രണ്ടാമത്തെയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ചെയ്യുന്നവരുണ്ടോ ആരെങ്കിലും? യോഗ. ഒരു കാര്യം കൂടി പറയട്ടെ. ആയുർവേദ, ദ ഫാദർ ഓഫ് ആയുർവേദ ചരക. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. അവിടെ നിങ്ങൾക്ക് പഠിക്കാണ്ട് 2nd ചാപ്റ്ററിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മിസ് ചോദിക്കും, ഹു ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ? പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അതെങ്കിലും മിസ് പഠിപ്പിച്ചിട്ട് അത് പഠിച്ചില്ല എന്ന് പറയാം. എന്നോട് പറയാമോ? മിസ് അത് ക്ലാസ് എടുത്തല്ല, എന്നിട്ട് ആ പിള്ളേർ ആരും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയും. ആരാണ് ഫാദർ ഓഫ് ആയുർവേദ? പഠിച്ചു വെച്ചോ. ഹു ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ചരക. എഴുതി വെച്ചോ. CHARAKA ചരക. ഹു ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ആരാണ്? ഒരാളൊന്ന് മെസ്സേജ് ചെയ്യോ. ചരക. ചരക. ഓക്കെ. ചരക. CHARAK. ആദ്യം മിസ് അവിടെ ചോദിക്കും കേട്ടോ. 2nd ചാപ്റ്റർ എടുക്കുമ്പോൾ ചോദിക്കും, ഫാദർ ഓഫ് ആയുർവേദ ആരാന്ന് അറിയാമോ എന്ന് ചോദിക്കും. ആര് പറയും? ചരക. എഴുതി വെച്ചോടെ. ഫാദർ ഓഫ് ആയുർവേദ ചരക. ക്ലിയർ ആയല്ലോ? ആയുർവേദം ക്ലിയർ ആയില്ല എന്താന്നുള്ളത്? ഇനി രണ്ടാമത്തെയാണ് നമ്മള് യോഗ പറയുന്നത്. യോഗ ഈസ് ബോത്ത് എ സയൻസ്
ആൻഡ് ആൻ ആർട്ട് ദാറ്റ് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. ദാറ്റ് പ്രൊമോട്ട് healthy living physically, mentally, morally and spiritually. അവിടെ നോക്കി എന്തൊക്കെയാണ് പറയുന്നത്? യുനാനി യോഗയിൽ എന്താ പറയുന്നത്? യോഗ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് പ്രൊമോട്ട് എങ്ങനെയാണ്? ഹെൽത്തി ലിവിങ്, നമ്മുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയുള്ളതാന്ന് നോക്കിയേ? ഫിസിക്കലി നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാ? ശാരീരികമായ മെന്റലി എന്താ? മാനസികമായ. മോറലി ധാർമ്മികമായ. അറിയില്ലാത്തവര് മീനിങ് എഴുതി വെച്ചോട്ടോ. മോറലി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ. മോറലി ധാർമ്മികമായ. അടുത്തത് സ്പിരിച്വൽ എന്താ? ആത്മീയമായ. കിട്ടിയോ? 4 കിട്ടിയോ? ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ശാരീരികമായ, മെന്റലി എന്ന് പറഞ്ഞാൽ മാനസികമായ, മോറലി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ, സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും പിന്നെ ധാർമ്മികവും ആത്മീയമായ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കണ്ടോ? പ്രൊമോട്ട് ഹെൽത്തി ലിവിങ് എങ്ങനെയുള്ളതാ? ഫിസിക്കലി, മെന്റലി, മോറലി, സ്പിരിച്വലി. അല്ലേ? എന്താണ് മെസ്സേജ് ചോദിച്ചേ? അപ്പൊ യോഗയിൽ എന്താ പറയുന്നേ? അതായത് മോറലി ആണോ ചോദിക്കുന്നേ? ഓക്കെ, മോറലി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ. കിട്ടിയോ? ധാർമ്മികമായ. ഫിസിക്കലി അറിയാലോ, ശാരീരികമായ. മെന്റലി എന്ന് പറഞ്ഞാൽ മാനസികമായ. മോറലി നമ്മുടെ ധാർമ്മിക മൂല്യങ്ങള്, ധാർമ്മികമായ കാര്യങ്ങള്. സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ ആത്മീയമായ. അപ്പോ എന്താണ് ഇവിടെ യോഗയില് പറയുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസിക ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ നമുക്ക്? ധാർമ്മികമായ, അതുപോലെ തന്നെ ആത്മീയമായ, ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സയൻസ് ആൻഡ് ആർട്ട്, ശാസ്ത്രവും കലയുമാണ് യോഗ. ഇസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട്. ശാസ്ത്രവും കലയാണ്. എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്? ഹെൽത്തി ലിവിങ്. പ്രൊമോട്ട് ഹെൽത്തി ലിവിങ് എങ്ങനെയുള്ളതാണ്? ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. കിട്ടിയോ? ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയമായിട്ടുള്ള ആരോഗ്യ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കലയുമാണ് യോഗ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇവിടെ എക്സാമിന് ചോദിക്കും, ഡാഷ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട് ദാറ്റ് പ്രൊമോട്ട് ഹെൽത്തി ലിവിങ് ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? സെന്റൻസ് ടെസ്റ്റ് ഉള്ളവര് ആ സെന്റൻസ് കണ്ടറിയാലോ? ഏതാണുള്ളത്? യോഗയാണ് കേട്ടോ. യോഗ അതായത് നമുക്കറിയാം, യോഗ ചെയ്യുന്നവരറിയാം ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലെ? ശരീരത്തിലെ നിലകള്, നമ്മുടെ ശ്വസനം, ബ്രീത്തൊക്കെ കുറച്ചു നേരമൊക്കെ യോഗയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ അല്ലെ, ബ്രീത്തിങ് ഒക്കെ കുറെ നേരം ഇങ്ങനെ ചെയ്യണ്ടേ? അതാണ് ശാരീരിക നിലകള്, നമ്മുടെ ശ്വസനം, ധ്യാനം, സ്വയം അച്ചടക്കം. നല്ല അവരച്ചടക്കമായിട്ടായിരിക്കും. നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ? ഒരു അരമണിക്കൂർ നമ്മളോട് ധ്യാനിച്ച് യോഗ ഇങ്ങനെ അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? യോഗയൊക്കെ ചെയ്യാനൊക്കെ അതിനൊക്കെ ഒരു അച്ചടക്കം വേണം അല്ലെ? സ്വയം പിരിവിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റൂല, അനങ്ങാതിരിക്കാനൊന്നും പറ്റില്ലാത്തവർക്കൊക്കെ അല്ലെ? സ്വയം അച്ചടക്കം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് യോഗ എന്ന് പറയുന്നത്. എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നേ? നമ്മൾ ഈ ആളുകളുടെ എങ്ങനെയാ ഫിസിക്കലി, മെന്റലി, മോറലി, സ്പിരിച്വലി ആയിട്ടുള്ള ആ ആരോഗ്യകരമായ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കലയാണ് യോഗ. യോഗയുടെ ഫാദർ മഹാഋഷി പതഞ്ജലി ആട്ടോ. അത് അതിനകത്ത് വന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മഹാഋഷി പതഞ്ജലിയാണ്. മഹാഋഷി MAHARI SHI മഹാഋഷി പതഞ്ജലി PATANJALI. ഓക്കെ, ഇനി അടുത്തതാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. യുനാനി കേട്ടിട്ടുണ്ടോ? യുനാനി എന്നുള്ളത് യുനാനി ഒന്ന് നോക്കിയേ, അറിയില്ലാത്തവര്
അറിയുന്നവരും കേൾക്കാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്താണ് യുനാനി എന്താ പറയുന്നത്? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് in promotion of health, prevention of disease and cure. എന്താ പറഞ്ഞേ? ഒരു ആരോഗ്യം. യുനാനി സിസ്റ്റം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണൊക്കെ യുനാനി സിസ്റ്റം ഒരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് കണ്ടോ. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തിനാ ട്രൈ ചെയ്യണേ? ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തടയുക. രോഗത്തെ തടയുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും രോഗശമനത്തിനും വേണ്ടി ചികിത്സിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് യുനാനി എന്ന് പറയുന്നത്. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും രോഗശമനം അല്ലെ അല്ലെങ്കിൽ നമ്മളെ ചികിത്സിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. യുനാനി അണ്ടർലൈൻ ചെയ്തത്. ഡാഷ് സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. അങ്ങനെ തന്നെ തരും, സെന്റൻസ് അതുപോലെ തന്നെ തരും. എന്നിട്ട് അതിനകത്ത് ഓപ്ഷനും തരും. യുനാനി, യോഗ, ആയുർവേദ, നൺ ഓഫ് ദ എബോ, അല്ലെങ്കിൽ നേച്ചുറോപ്പതി. അങ്ങനെ 4 ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ ഏത് എഴുതും നിങ്ങൾ അവിടെ? The medicine, Unani system of medicine tries in promotion of health, prevention of disease and cure. Answer എന്ത് എഴുതും? എനിക്ക് ആൻസർ വന്നില്ല അവിടെ. എന്ത് എഴുതും? ഡാഷ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അവിടെ ഡാഷ് ഇട്ട് തരും. യുനാനി. ഓക്കെ, വെരി ഗുഡ്. യുനാനി. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. യുനാനി. യുനാനിയുടെ ഫാദർ ആരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ് കേട്ടോ. ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്ന. ഫാദർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അത് മിസ് അവിടെ ചോദിക്കൂട്ടോ, എടുക്കുമ്പോ ചോദിക്കും. ഹിപ്പോക്രാറ്റ്സ് ആണ്. HIPPO CRATES. ഹിപ്പോക്രാറ്റസ്. കേട്ടിട്ടില്ലേ ഹിപ്പോക്രാറ്റസിനെ കുറിച്ച്? ഫാദർ ഓഫ് യുനാനി. Who is the father of യുനാനി? ഹിപ്പോക്രാറ്റസ്. അപ്പൊ 2 നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യണം. ആയുർവേദ ആരാണ്? Who is the father of ആയുർവേദ? ചരക. Who is the father of ആയുർവേദ? ചരക. Father of യുനാനി? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. HIPPO CRATES. മിസ് അവിടെ ചോദിക്കുമ്പോ മെസ്സേജ് ചെയ്യണോട്ടോ, ആൻസർ പറഞ്ഞോളാം. ഹിപ്പോക്രാറ്റസ് ആണ് ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത്. ഇനി ഈ യുനാനി എന്ന് പറഞ്ഞാല് യുനാനി സിസ്റ്റം പറയുന്നത് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. യുനാനി സിസ്റ്റം പറയുന്നത് നമ്മുടെ ശരീരത്തില്, മനുഷ്യ ശരീരത്തില് 4 കമ്പോണൻസ് ഉണ്ടെന്നാ പറയുന്നത്. 4 കമ്പോണൻസ്, 4 ദ്രവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തില്. 4 ദ്രവങ്ങളുണ്ട്. ബ്ലഡ് ഒന്നാമത്തെയാണ് കേട്ടോ, ബ്ലഡ്. രണ്ടാമത്തെയാണ് ഫ്ലം, PHELGM, കഫം. ബൈൽ, BILE, ബൈൽ എന്ന് വെച്ചാൽ പിത്തം. അടുത്തത് ബ്ലാക്ക് ബൈൽ, കറുത്ത പിത്തം. ഓക്കെ, വെരി ഗുഡ്. 2 ഇട്ടിട്ടുണ്ട്. ആയുർവേദ ചരക, ഫാദർ ഓഫ് ആയുർവേദ ചരക, യുനാനി ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? യുനാനി എന്താ പറഞ്ഞേക്കുന്നത്? യുനാനി അനുസരിച്ച് എന്താ പറയണേ? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 4 കമ്പോണൻസ് ഉണ്ട്, 4 കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാ? ബ്ലഡ് ഉണ്ട്, രക്തമുണ്ട്, കഫമുണ്ട്, പിത്തമുണ്ട്, കറുത്ത പിത്തമുണ്ട്. കിട്ടിയോ? 4 കമ്പോണൻസ് ഏതൊക്കെയാ? ബ്ലഡ്, ഫ്ലം, ബൈൽ, ബ്ലാക്ക് ബൈൽ. ഫ്ലം എന്ന് പറഞ്ഞാൽ PHELGM ആട്ടോ, കഫം. കഫമാണ്, കഫം. PHELGM, ഫ്ലം. PHELGM, ഫ്ലം ഉണ്ട്. ബൈല്, BILE, ബൈൽ എന്ന് പറഞ്ഞ പിത്തം. ബൈല്, പിത്തം. ബൈല്, പിത്തം. അടുത്തത് ബ്ലാക്ക് ബൈലാണ് കേട്ടോ, കറുത്ത പിത്തം. ബ്ലാക്ക് ബൈൽ, കറുത്ത പിത്തം. മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളുണ്ട്. ബ്ലഡ്, ഫ്ലം, ബൈൽ, ബ്ലാക്ക് ബൈൽ. ഇതെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ അളവില് ഇത് ഇക്വിലിബ്രിയം ആയിട്ടിരിക്കുക. അപ്പൊ അതിന്റെ അളവിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് രോഗം. അപ്പൊ എന്താ ചെയ്യുന്നേ? അത് ഏതാണോ കൂടി, ഇപ്പൊ ബ്ലഡ് കൂടുതലായി അല്ലെങ്കിൽ കഫത്തിന്റെ അളവ് കുറവായി, അതിൽ ഏതാണോ ഏറ്റക്കുറച്ചിൽ ഉണ്ടായി എന്ന് ആദ്യം മനസ്സിലാക്കും. എന്ത് കാരണം കൊണ്ടാണോ അവിടെ രോഗം ഉണ്ടായത് അത് ആദ്യം മനസ്സിലാക്കും. എന്താണ് ഒന്നുകൂടി? 4 കമ്പോണൻസ് ആണോ?
അത് നോട്ട് ചെയ്യണമെങ്കിൽ എന്താ നോട്ട് ചെയ്തോ കേട്ടോ. അതൊന്നും ഇതിനകത്ത് വന്നില്ല. പക്ഷെ ഇനി നാളെ ആണെങ്കിലും നമുക്ക് യുനാനി എന്താന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറയരുതല്ലോ. അതുകൊണ്ട് കോമൺ ആയിട്ട് ഇനി സെക്കൻഡ് ചാപ്റ്ററിലും ഒക്കെ പറഞ്ഞിട്ടേ, അതുകൊണ്ട് പറഞ്ഞില്ല. ബ്ലഡ് ആണ് ഒന്നാമത്തെ. ബ്ലഡ് നമ്മുടെ രക്തമില്ലേ, BLOOD, ബ്ലഡ്, രക്തം. രണ്ടാമത്തെയാണ് ഫ്ലം എന്നാണ്, PHELGM, ഖബമാണ്, ഖബം, PHELGM, ഫ്ലം, PHELGM, ഫ്ലം. അടുത്തതാണ് ബൈലർ. ബൈലർ, BILE, ബൈലർ, പിത്തം, മലയാളം പിത്തം എന്ന് പറയും. അടുത്തതാണ് ബ്ലാക്ക് ബൈലർ, കറുത്ത പിത്തം, ബ്ലാക്ക്, BLACK, ബൈലർ. അപ്പൊ ഇങ്ങനെ 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ഒരു ഇക്വിലിബ്രിയം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണ്, വ്യത്യാസം വരുവാണ്, ഈ കമ്പോണൻസിൽ ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണ്, ഒരെണ്ണം കൂടി, ഇപ്പൊ കഫത്തിന്റെ അളവ് കൂടി, അല്ലെങ്കിൽ പിത്തം കുറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതാണ് രോഗം. അതിന്റെ നോർമലിന്ന് മാറുന്നതാണ് രോഗം. അതാണ് ഈ യുനാനി പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുമെന്ന് അറിയോ, എന്ത് കാരണം കൊണ്ട് രോഗം ഉണ്ടായെന്ന് നോക്കും. ഇപ്പൊ ബ്ലഡ് കൂടുതലായിട്ടാണോ, ബ്ലഡ് കുറഞ്ഞിട്ടാണോ, പിത്തം കൂടുതലായിട്ടാണോ, പിത്തത്തിന്റെ അളവ് കുറഞ്ഞിട്ടാണോ, എന്താണ്, എന്ത് കാരണം കൊണ്ടാണോ രോഗം ഉണ്ടായത് എന്ന് നോക്കിയിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നു, അതിനെ ആ 4 സംഗതികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ യുനാനി സിസ്റ്റം ചെയ്യുന്നത്. മനസ്സിലായോ? 4 കാര്യങ്ങൾ, ഇതിന്റെ അളവിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് രോഗം. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, എന്ത് കാരണം കൊണ്ടാണോ രോഗം ഉണ്ടായത് എന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഈക്വൽ ആക്കാൻ, ഇക്വിലിബ്രിയം ആക്കാൻ ശ്രമിക്കും. കണ്ടോ? അപ്പൊ 4 സംഗതികളെ ബാലൻസ് ആക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും ടെക്സ്റ്റിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. That system of vaccine, tricine, promotion of health, prevention of disease and cure. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. എക്സ്ട്രാ ഞാൻ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് യുനാനി എന്താന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറയരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇനി അയ്യോ മിസ് എന്തൊക്കെയോ കുറെ പറഞ്ഞു, പക്ഷെ അതൊന്നും നോട്ടിലില്ല, അങ്ങനെ വിചാരിക്കണ്ട. നോട്ടിലുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. എക്സ്ട്രാ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ അതാണ് ബൈലെന്ന് പറഞ്ഞ പിത്തം. പിത്തം കേട്ടിട്ടില്ലേ, പിത്തം കൂടിന്നൊക്കെ, പിത്തം, പിത്തം. ബ്ലാക്ക് ബൈൽ എന്ന് വെച്ചാൽ കറുത്ത പിത്തം. അപ്പൊ അങ്ങനെ 4 കമ്പോണൻസ് ഉണ്ട്. ആ 4 കമ്പോണൻസും ഒരു ഇക്വിലിബ്രിയം ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ വ്യത്യാസം വരുമ്പോഴാണ് രോഗം വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് കാരണം കൊണ്ടാണ് രോഗം ഉണ്ടായെന്ന് കണ്ടെത്തും. എന്നിട്ട് അതിനെ ഇക്വിലിബ്രിയം ആക്കാൻ ശ്രമിക്കും, ഈക്വൽ ആക്കാൻ ശ്രമിക്കും, അതിനെ നോർമൽ, സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഏതെന്ന് പറയുന്നത്, യുനാനി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് യുനാനി, അതൊന്ന് നോട്ട് ചെയ്തോ, ഹിപ്പോക്രാറ്റസ്. HIV ഫ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖബമാണ്, ഖബം. കിട്ടിയില്ലേ 4 എണ്ണം. ബ്ലഡ് എന്ന് പറഞ്ഞു, ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തം, നമ്മുടെ ബ്ലഡ് ഇല്ലേ, രക്തം. ഫ്ലം എന്ന് പറഞ്ഞ PHELGM, ഫ്ലം എന്ന് പറഞ്ഞ ഖബമാണ്, ഖബം. പിന്നെ ബൈല്, BILE, ബൈൽ എന്ന് പറഞ്ഞ പിത്തമാണ്. ബ്ലാക്ക് ബൈല്, BLACK, ബ്ലാക്ക്, BILE, കറുത്ത പിത്തം. ഈ 4 കമ്പോണൻസ് ആണ് യുനാനി പറയുന്ന കേട്ടോ. യുനാനി സിസ്റ്റം പറയുന്നത് മനുഷ്യ ശരീരത്തില് 4 കമ്പോണൻസ് ഉണ്ട്. ഈ 4 കമ്പോണൻസ് ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അതാണ് രോഗം. അപ്പൊ വൈദ്യൻ എന്ത് ചെയ്യും, അതിൽ ഏതാണ് വ്യത്യാസം പറഞ്ഞതെന്ന് ആദ്യം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, അതിനെ ഈക്വൽ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ യുനാനി എന്താന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തതാണ് സിദ്ധ സിസ്റ്റം. സിദ്ധ അപ്പൊ നമ്മൾ ആയുഷിലെ S എന്ന് പറഞ്ഞത് എന്തിനാ സൂചിപ്പിക്കുന്നേ? സിദ്ധ സിസ്റ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിദ്ധ സിസ്റ്റത്തിന്റെ ഫാദർ ഋഷി അഗസ്ത്യാണ് കേട്ടോ. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതിൽ ആയുർവേദ യുനാനിയുടെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം കേട്ടോ. സിദ്ധ ഋഷി അഗസ്ത്യാണ്, RISHI, ഋഷി അഗസ്ത്യ, AGASTYA, ഋഷി അഗസ്ത്യാണ് സിദ്ധ സിസ്റ്റത്തിന്റെ ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധ സിസ്റ്റം എന്താ പറയണേന്ന് നോക്കിയേ,
Siddha system attempts to define disease of the condition. Father of Unani ആരാണ്? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് ആണ്. HIPPOCRATS. ഹിപ്പോക്രാറ്റസ്. ഓക്കെ. ഇനി നോക്കിയേ, ഈ സിദ്ധ സിസ്റ്റം എന്താ പറയുന്നത്? attempt to define disease of the condition in which the normal equilibrium of 5 elements in the human being is that result in the different form of discomfort. എന്താ പറഞ്ഞിരിക്കുന്നത്? സിദ്ധ സിസ്റ്റം എന്താ പറയുന്നത്? attempt to define disease എന്ന് പറയുന്നത് എന്താണ്? Disease as the condition in which the normal equilibrium of 5 elements. കണ്ട 5 elements ഉണ്ട് നമ്മുടെ ബോഡിയിൽ. സിദ്ധ പറയുന്ന കേട്ടോ, 5 elements ഹ്യൂമൻ ബോഡിയിലുണ്ട്. അതിന്റെ ഒരു സന്തുലിതമായിട്ടുള്ള ആ ഒരു നോർമൽ ഇക്വിലിബ്രിയം, ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അതാണ് ആ 5 elements ആണ് എന്ത് നമുക്ക് എന്തുണ്ടാക്കുന്നത്? ഡിസീസ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 5 elements ഉണ്ട്, 5 elements ഉണ്ട്. അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അതാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. 5 elements ഏതൊക്കെയാന്ന് അറിയോ? 5 elements നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ഏതൊക്കെയാന്ന് അറിയാമോ? ഏതൊക്കെയാ അറിയോ? എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് സ്പേസ്. ഏതാണ് 5 elements എന്ന് പറഞ്ഞത്? ഏതൊക്കെയാണ്? ഭൂമി, ജലം, ആകാശം, അഗ്നി, വായു. പഞ്ചഭൂതങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇതൊക്കെയാണ് 5 elements എന്ന് സിദ്ധയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ 5 elements ഹ്യൂമൻ ബോഡിയിലുണ്ട്. അത് ചില കാര്യം അങ്ങനെയല്ല. ഇപ്പൊ അഗ്നിയായിട്ട് നമ്മുടെ ബോഡിയിലുണ്ടോ? അല്ലെങ്കിൽ എർത്തായിട്ട്, വാട്ടർ ആയിട്ടല്ല നമ്മുടെ ബോഡി. അത് ചില രൂപങ്ങളായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് നമുക്ക് രോഗമുണ്ടാക്കുന്നത്. അതാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. attempt to define disease of the condition in which the normal equilibrium of 5 elements in human beings that result in different forms of discomfort. കിട്ടിയോ? എന്താ സിദ്ധ സിസ്റ്റം പറയുന്നത്? നമ്മുടെ ബോഡിയിൽ 5 elements ഉണ്ട് അല്ലെ? ആ 5 elements പല രൂപങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? 5 elements, ആ 5 elements പല രീതിയിലായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. അതാണ് നമുക്ക് രോഗമുണ്ടാക്കുന്നത്. അതാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഫാദർ ഓഫ് സിദ്ധ ആരാണ്? ഋഷി അഗസ്ത്യ. ഋഷി അഗസ്ത്യ. AGASTYA. സിദ്ധ സിസ്റ്റം. ഫാദർ ഓഫ് സിദ്ധ ഋഷി അഗസ്ത്യ. കിട്ടിയ? അതാണ് നമ്മളെ ഡിസ്കംഫർട്ട് ആക്കുന്നത്. ഓക്കെ. എന്താ മനുഷ്യരില് നമ്മള് 5 elements ഒന്നുകൂടി പറയാമോ? 5 elements ഏതാ? സ്പേസ്. മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി. എർത്ത്, water, fire, air and space. കിട്ടിയോ? 5 elements കിട്ടിയോ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം ആണ്. അപ്പൊ അത്രയും അതാ പറയുന്നത്. അതായത് മനുഷ്യരില് 5 elements ഉണ്ട്. പഞ്ചഭൂതങ്ങള് അതിന്റെ സാധാരണ സന്തുലിതാവസ്ഥ അതായത് ആ 5 elements അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത് അല്ലെ? അത് പല രൂപത്തിലാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത്. ആ 5 elements ഉണ്ട്. ആ 5 elements പല രൂപത്തിലാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത്. അതാണ് നമുക്ക് എന്ത്? അതിന്റെ ഫലമാണ് നമുക്ക് ആ ഡിസ്കംഫർട്ട് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ക്ലിയർ ആണോ? സിദ്ധ ക്ലിയർ ആണോ? ഓക്കെ. സിദ്ധ സിസ്റ്റം. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ആയുർവേദ പറഞ്ഞു. ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ഫാദർ ഓഫ് ആയുർവേദ? ചരക. ഫാദർ ഓഫ് ആയുർവേദ ചരക. കിട്ടിയില്ലേ?
അതായത് ആയുർവേദത്തിൽ എന്താ പറയുന്നത്? എല്ലാ കാര്യങ്ങളും അല്ലെ മനുഷ്യന്റെ ചരക, ഫാദർ ഓഫ് ആയുർവേദ ചരക. ഇന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ഇതൊക്കെ. ഫാദർ ഓഫ് ആയുർവേദ ചരക. എന്താ പറഞ്ഞേക്കുന്നേ? ആയുർവേദത്തിന്റെ മീനിങ് എന്താണ്? മീനിങ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ് അല്ലെ? സയൻസ് ഓഫ് ലൈഫ്, അതാണ് ജീവന്റെ ശാസ്ത്രം. അതാണ് ആയുർവേദം പറയുന്നത്. സിസ്റ്റം, ആയുർവേദ സിസ്റ്റം ഡീൽസ് വിത്ത് എന്താണ്? കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽ ബീയിങ്. ഒരു മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള, എല്ലാവിധം എന്ന് പറഞ്ഞ എങ്ങനെയാ? മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി അല്ലെ? എല്ലാ മാനസികമായ, ശാരീരികമായ, ആത്മീയമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള അയാളുടെ ബോഡിയിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെന്റലി മാത്രമല്ല നോക്കോളൂ, അത് ഫിസിക്കലി മാത്രമല്ല നോക്കോളൂ, സ്പിരിച്വലി മാത്രമല്ല, എല്ലാ തരത്തിലും അല്ലെ? മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അയാളുടെ ബോഡിയിലെ കാരണങ്ങള്, ലക്ഷണങ്ങള്, രോഗനിർണയം, ട്രീറ്റ്മെന്റ് എന്നിവയൊക്കെ, ചികിത്സാ രീതികള് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പഠനശാഖയാണ് ആയുർവേദം. കിട്ടിയില്ലേ അത്? ആയുർവേദത്തിന്റെ മീനിങ് നോക്കണം. ആ സെന്റൻസ് തന്നെ ഡാഷ് ഇട്ടും തരും. ഇനി രണ്ടാമത്തെയാണ് യോഗ എന്ന് പറഞ്ഞത്. യോഗ എന്താണ്? ഇസ് ബോത്ത് സയൻസ് ആൻഡ് ആൻ ആർട്ട് ദാറ്റ് പ്രൊമോട്ട് ഹെൽത്തി ലിവിങ്. എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഹെൽത്തി ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. എങ്ങനെയാ? ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. എങ്ങനെയാ? ശാരീരികവും മാനസികവും ആത്മീയവും ധാർമ്മികമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കലയുമാണ് യോഗ. കിട്ടിയോ? ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയമായിട്ടുള്ള ഒരു ആരോഗ്യ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കലയുമാണ് യോഗ. അപ്പൊ ഡാഷീസ് എന്ന് പറഞ്ഞ് ചോദിക്കാട്ടോ. ആ സെന്റൻസ് നോട്ട് ചെയ്തിട്ടാ. പിന്നെ മൂന്നാമത്തെയാണ് യുനാനി സിസ്റ്റം. യുനാനി എന്താ പറഞ്ഞേക്കുന്നേ? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. എങ്ങനെയാ ഹെൽത്ത്, ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുക? പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, രോഗങ്ങളെ തടഞ്ഞുകൊണ്ട് നമുക്ക് രോഗശമനം അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രോഗങ്ങൾ തടയുന്നു, ചികിത്സിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്ന ഒരു രീതിയാണ് യോഗ എന്ന് പറയുന്നത്. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്താണ്? രോഗങ്ങൾ തടയുന്നതിനും അതിനു വേണ്ടി ചികിത്സിക്കുന്നതുമായിട്ട്, രോഗം തടയാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ അല്ലെ? രോഗങ്ങളെ തടയുന്നതിനും, ക്യൂർ എന്ന് വെച്ചാൽ എന്താ? രോഗശമനാണ് കേട്ടോ. രോഗശമനം, ഡിസീസ് ആൻഡ് ക്യൂർ. രോഗങ്ങളെ തടയുന്നതിനും രോഗശമനം നടത്തുന്നതിനും അങ്ങനെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മെഡിസിൻ, അതാണ്, അതിന് പരിശ്രമിക്കുകയാണ്. അതാണ് യുനാനി സിസ്റ്റം പറയുന്നത്. ഫാദർ ഓഫ് യുനാനി ആരാണ്? ഹിപ്പോക്രാറ്റസ്. നോട്ട് ചെയ്തില്ലേ? ഹിപ്പോക്രാറ്റസ്. ഇനി അടുത്തതാണ് നമ്മുടെ സിദ്ധ സിസ്റ്റം പറയുന്നത്. സിദ്ധ സിസ്റ്റം എന്താ പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 5 എലമെന്റ് ഉണ്ട് അല്ലെ? 5 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് സ്പേസ്. ഇങ്ങനെ 5 എലമെന്റ്സ് അങ്ങനെ തന്നെയല്ല ഇരിക്കുന്നത്, അത് പല രൂപത്തിലായിരിക്കുന്നത് അല്ലെ? പല രീതിയിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ശരിക്കും ആ 5 എലമെന്റ്സ് തന്നെയാണ് നമുക്ക് എന്ത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് അല്ലെ? ആ 5 മൂലകങ്ങളാണ്, പല രീതിയിലാണ് ഇരിക്കുന്നത് അല്ലെ? അതാണ് നമുക്ക് എന്ത് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അതാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഫാദർ ഓഫ് സിദ്ധ ആരാണ്? ഋഷി അഗസ്ത്യ. 4 എണ്ണല്ലേ നമ്മൾ പറഞ്ഞത്. ഫാദർ ഓഫ് ആയുർവേദ ചരക, ഫാദർ ഓഫ് യോഗ മഹാഋഷി പതഞ്ജലി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മഹാഋഷി പതഞ്ജലി. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് സിദ്ധ ഋഷി അഗസ്ത്യ. കിട്ടിയോ? ഋഷി അഗസ്ത്യ. 4 എണ്ണം നമ്മൾ പറഞ്ഞോളൂ കേട്ടോ. ആ ആയുഷിലെ 4 കാര്യങ്ങളാ പറഞ്ഞേ. ആയുർവേദം പറഞ്ഞു, യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു, സിദ്ധ പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് എടുത്തത് 4 കാര്യങ്ങളും. എന്തെങ്കിലും സംശയം ഉണ്ടോ? 5 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ പഞ്ചഭൂതങ്ങള് അല്ലെ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം.
അതാണ് പഞ്ചഭൂതങ്ങൾ. 5 എലമെന്റ്സ് ആണ് ബോഡിയിൽ. ആ എലമെന്റ്സ് തന്നെയാണ് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത്. അതാണ് ആ സിദ്ധ സിസ്റ്റം പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. യുനാനിയിൽ നമ്മൾ പറഞ്ഞത് എന്താ? അതിവിടെ പറയുന്നില്ല കേട്ടോ. ഞാൻ ഇനി എന്താണ് നാളെയാണെങ്കിൽ നിങ്ങളോട് യുനാനി എന്താന്ന് പറഞ്ഞാല് നേച്ചുറോപ്പതി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇത് മതി. ഫസ്റ്റ് ക്ലാസ് അല്ലേ, നിങ്ങൾ എന്റെ ഒപ്പം അങ്ങോട്ട് പറഞ്ഞല്ലോ. മതി. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി പഠിക്കുക. എടുക്കുന്ന അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ തറവായിരിക്കണം. നമ്മൾക്ക് എവിടെ നിന്ന് ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ നമ്മൾ അത് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലേ, നിങ്ങൾ ആൻസർ അവിടെ ഉണ്ട്, 4 ആൻസർ അവിടെ കിടക്കണ്ടേ, നമ്മളൊന്ന് സെലക്ട് ചെയ്താൽ മതി അല്ലേ? നമ്മളൊന്ന് സെലക്ട് ചെയ്താൽ മതി, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. നമുക്ക് ആൻസർ അവിടെ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും തെറ്റിക്കോ നിങ്ങള്? ഹെൽത്ത് കെയർ ട്രഡീഷനിൽ വന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചറിയാലോ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി. ഇനി അതിന് ആയുഷിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിക്കാം. ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു അത് പറഞ്ഞു. പിന്നെ ആയുർവേദത്തിന്റെ നോക്കണം കേട്ടോ. ഫാദർ ആരാണ്? ചരകിയാണ്. അത് നോട്ട് ചെയ്യുക. ആയുർവേദത്തിന്റെ മീനിങ് സയൻസ് ഓഫ് ലൈഫ് എന്നാണ് മീനിങ്. പിന്നെ അതിനകത്ത് ഡാഷ് സിസ്റ്റം ഡീൽസ് വിത്ത് അങ്ങനെ തന്നെ ചോദിക്കാം. ആ 4 സെന്റൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്ത് ചോദിക്കാം. ഡാഷ് ഇട്ട് കേട്ടോ. അത് ഓരോന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ യോഗ, ഡാഷ് ഇസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അല്ലെ. ഹെൽത്തി ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് യോഗ. യുനാനി ആണെങ്കിൽ എന്താ പറഞ്ഞേക്കണേ? നമുക്ക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാണ്. എങ്ങനെ? നമ്മുടെ ഡിസീസിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട്, തടഞ്ഞുകൊണ്ട്, നമുക്ക് നല്ല അതിന് തടയാനായിട്ട് രോഗശാന്തി, അതിന് രോഗശമനം, അതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. സിദ്ധയിലാണെങ്കിൽ 5 എലമെന്റ്സ്. അത് മറക്കോ? 5 എലമെന്റ്സ് എന്നുള്ള കാര്യം. ആ 5 എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. 5 എലമെന്റ്സ് പല രീതിയിലാണ്. അത് തന്നെയാണ് നമുക്ക് രോഗമുണ്ടാക്കുന്നത്. അതാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഫാദർ ഓഫ് സിദ്ധ ആരാണ്? ഋഷി അഗസ്ത്യ. അപ്പൊ യുനാനിയുടെ ആയുർവേദത്തിന്റെ ഫാദർ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് ആയുർവേദ ചരക, ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ക്ലാസ് ഇഷ്ടായോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഇതാട്ടോ. ഇത് മാത്രം ടെക്സ്റ്റിൽ അത് അങ്ങനെ അത്രയും ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ